നമസ്കാരം. നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം അല്ലേ? ഒരു നിമിഷം ഇതൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളുടെ പങ്കാളിയിൽ നിന്ന് ഒരു ഒഴിഞ്ഞ പാത്രം പോലെയാണോ നിങ്ങൾ സന്തോഷം തേടുന്നത്? ഈ ഒഴിഞ്ഞ പാത്രം എന്ന് പറയുന്നത് സത്യത്തിൽ ബന്ധങ്ങളിൽ നമുക്കെല്ലാവർക്കും ചിലപ്പോൾ തോന്നുന്ന ഒരു കാര്യത്തെക്കുറിച്ചുള്ള ഒരു രൂപകമാണ്. ഉള്ളിലെന്തോ ഒരു ശൂന്യത അല്ലേ? അത് നമ്മുടെ പാർട്ട്ണർ വന്ന് നിറയ്ക്കണം എന്നൊരു തോന്നല്. ഇതിനൊരു പേരുണ്ട് കേട്ടോ, എംപ്റ്റി കപ്പ് സിൻഡ്രോം എന്ന് പറയും. സംഭവം സിമ്പിളാണ്. നമ്മുടെ ഉള്ളിലൊരു എനർജി ടാങ്ക് അല്ലെങ്കിൽ നമ്മുടെ ഇമോഷണൽ റിസർവ് അത് കാലിയാകുമ്പോൾ നമ്മൾ എന്തു ചെയ്യും? പുറത്തുനിന്ന് ആരെങ്കിലും, മിക്കപ്പോഴും നമ്മുടെ പങ്കാളി, അത് വന്ന് നിറച്ചു തരാൻ വേണ്ടി നോക്കിയിരിക്കും. അതാണ് ഈ അവസ്ഥ. ശരി, അപ്പോൾ ഈ അവസ്ഥയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ? ഒരു ഒഴിഞ്ഞ പാത്രമായിരിക്കുക എന്ന് പറഞ്ഞാൽ അത് ഫീൽ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന്. എന്തിനും ഏതിനും പാർട്ട്ണറുടെ ഒരു വാക്കിന്, ഒരു അംഗീകാരത്തിന് കാത്തു നിൽക്കുക, മനസ്സിൽ ഒരുപാട് പ്രതീക്ഷകൾ വയ്ക്കുക, പക്ഷെ അതൊന്നും പുറത്തു പറയാതിരിക്കുക, എന്നിട്ടത് നടക്കാതെ വരുമ്പോൾ ഇടയ്ക്കിടെ ഒരു നിരാശ, ഒരു ദേഷ്യമൊക്കെ തോന്നുക. പിന്നെ നമ്മുടെ ജീവിതത്തിലെ സന്തോഷമില്ലായ്മയുടെ കാരണം നമ്മുടെ പങ്കാളിയാണെന്ന് കുറ്റപ്പെടുത്താനുള്ളൊരു ടെൻഡൻസി. ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് കൂടുതലായി അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നിങ്ങളുടെ ഉള്ളിലെ പാത്രം കാലിയാകാൻ തുടങ്ങിയിട്ടുണ്ടാവാം. ഓക്കെ, അപ്പോൾ ഈ ലക്ഷണങ്ങൾ നമ്മൾ കണ്ടു. ഇനി അടുത്ത പ്രധാനപ്പെട്ട ചോദ്യം, എന്തുകൊണ്ടാണ് ഈ പാത്രം കാലിയാകുന്നത്? നമ്മുടെ ഉള്ളിലെ ഈ ഊർജ്ജം എങ്ങോട്ടാണ് ചോർന്നു പോകുന്നത്? പ്രധാനമായും 2 ചോർച്ചകളാണ് ഇതിനുള്ളത്. നമുക്കത് നോക്കാം. അപ്പോൾ ഈ 2 കാരണങ്ങൾ: ഒന്ന്, പ്രകൃതിയുമായുള്ള നമ്മുടെ ബന്ധം നഷ്ടപ്പെടുന്നത്. അതെ, നമ്മുടെ ഒരു പ്രധാനപ്പെട്ട എനർജി സോഴ്സാണത്. 2, നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ ഊർജ്ജം നഷ്ടപ്പെടുത്തുന്ന ചില ശീലങ്ങൾ, നമ്മുടെ ചിന്തകളും പ്രവൃത്തികളും ഒക്കെ ഇതിൽ വരും. നമുക്ക് ആദ്യത്തെ കാരണത്തിലേക്ക് വരാം, പ്രകൃതിയുമായുള്ള അകൽച്ച. ഒന്നാലോചിച്ചു നോക്കൂ, നമ്മുടെ ഈ ഓട്ടപ്പാച്ചിലിനിടയിൽ നമ്മൾ പ്രകൃതിയിൽ നിന്ന് എത്രത്തോളം അകന്നുപോയി അല്ലേ? നമ്മുടെ സന്തോഷത്തിന്റെയും ആരോഗ്യത്തിന്റെയും ഒരു പ്രധാനപ്പെട്ട ഉറവിടമാണ് നമ്മൾ അറിയാതെ തന്നെ മിസ് ചെയ്യുന്നത്. ഈ നമ്പർ നോക്കൂ, 120 മിനിറ്റ്. ഇതൊരു വെറും സംഖ്യയല്ല കേട്ടോ. എക്സിറ്റർ യൂണിവേഴ്സിറ്റി നടത്തിയൊരു പഠനം പറയുന്നത് എന്താണെന്നറിയോ? നമ്മുടെ ആരോഗ്യത്തിന് കാര്യമായ ഗുണങ്ങൾ കിട്ടണമെങ്കിൽ ആഴ്ചയിൽ മിനിമം ഇത്രയും സമയം നമ്മൾ പ്രകൃതിയിൽ ചെലവഴിക്കണം. വെറും 2 മണിക്കൂർ. ഈ ചാർട്ട് നോക്കിയാൽ സംഭവം ക്ലിയർ ആവും. ആഴ്ചയിൽ 120 മിനിറ്റിൽ കൂടുതൽ പ്രകൃതിയുമായി ചെലവഴിക്കുന്നവരുടെ മാനസിക ആരോഗ്യം, സന്തോഷം എല്ലാം വളരെ കൂടുതലാണ്. അതിൽ താഴെ സമയം ചെലവഴിക്കുന്നവരെ അപേക്ഷിച്ചേട്ടോ. അപ്പോൾ ഇത് വെറുതെ പറയുന്നതല്ല, ഇതിന് ശാസ്ത്രീയമായ തെളിവുണ്ട്. ശരി, ഇനി നമുക്ക് രണ്ടാമത്തെ ആ വലിയ കാരണത്തിലേക്ക് കടക്കാം. ഇന്റേണൽ ഡിസ്ചാർജ് എന്ന് പറയും. അതായത് നമ്മുടെ ഉള്ളിലെ ബാറ്ററി നമ്മൾ തന്നെ എങ്ങനെയാണ് തീർത്തു കളയുന്നത് എന്ന് നോക്കാം. ഇതൊക്കെ നമ്മൾ മിക്കവാറും എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യങ്ങളാവാം. ആവശ്യമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് ടെൻഷനടിക്കുക, മണിക്കൂറുകളോളം സോഷ്യൽ മീഡിയയിൽ സ്ക്രോൾ ചെയ്തിരിക്കുക, മറ്റുള്ളവരെക്കുറിച്ച് കുറ്റം പറയുക, പഴയ ദേഷ്യവും വെറുപ്പും ഒക്കെ മനസ്സിൽ കൊണ്ടു നടക്കുക. പിന്നെ ഏറ്റവും പ്രധാനം, എപ്പോഴും സ്വയം വിമർശിച്ചുകൊണ്ടിരിക്കുക. ഇവ ഓരോന്നും നമ്മുടെ ഉള്ളിലെ എനർജി പതുക്കെ പതുക്കെ കാർന്നു തിന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇത്രയും കേട്ടുകഴിയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: ഈ കാലിയായ പാത്രം എങ്ങനെയാണ് നമ്മൾ നിറയ്ക്കുക? ഈ പ്രശ്നത്തിൽ നിന്ന് നമുക്കൊരു പരിഹാരത്തിലേക്ക് പോകാം. അതിന് പ്രായോഗികമായ ചില വഴികളുണ്ട്. ഇതാ വളരെ സിമ്പിളായ പക്ഷെ നല്ല പവർഫുള്ളായ 3 വഴികൾ. 1, പ്രകൃതിയുമായി വീണ്ടും കണക്ട് ചെയ്യുക. തീരുമാനിച്ചു തന്നെ ആഴ്ചയിൽ ഒരു 120 മിനിറ്റ് പുറത്ത് ചെലവഴിക്കുക. 2, മൈൻഡ്ഫുൾ ഡിസ്കണക്ഷൻ. അതായത് ഫോണിൽ നിന്നും സോഷ്യൽ മീഡിയയിൽ നിന്നും കുറച്ചു നേരത്തേക്ക് ബോധപൂർവം ഒരു ബ്രേക്ക് എടുക്കുക. 3, ഉള്ളിലൊരു ശാന്തത കണ്ടെത്തുക. ദിവസവും കുറച്ചു മിനിറ്റ്, ചിലപ്പോൾ 5 മിനിറ്റ് മതിയാകും, വെറുതെ കണ്ണടച്ചിരിക്കുക, അല്ലെങ്കിൽ ധ്യാനിക്കുക. അതുമല്ലെങ്കിൽ ചുറ്റും കാണുന്ന കാര്യങ്ങളെ വെറുതെ നിരീക്ഷിച്ചിരിക്കുക. ഗുരുദേവിന്റെ മാനവീയ വിദ്യുത് എന്നതിലെ ഒരു വാചകം ഇവിടെ വളരെ പ്രസക്തമാണ്. അദ്ദേഹം പറയുന്നു, നിങ്ങളുടെ ആന്തരിക അവസ്ഥ വൈദ്യുതി പോലെയാണ്. പുറത്തുള്ള ഒന്നിനെ പ്രകാശിപ്പിക്കണമെങ്കിൽ ആദ്യം അത് ഉള്ളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കണം. കണ്ടില്ലേ? പോയിന്റ് അതാണ്. സന്തോഷം പുറത്തുനിന്ന് ചോദിച്ചു വാങ്ങേണ്ട ഒന്നല്ല, അത് ഉള്ളിലുണ്ടാക്കേണ്ട ഒന്നാണ്. അപ്പോൾ നമ്മുടെ പാത്രം നിറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മുടെ ബന്ധങ്ങൾ എങ്ങനെ മാറും? അതാണ് ഏറ്റവും മനോഹരമായ ഭാഗം. ആവശ്യക്കാരൻ്റെ സ്ഥാനത്ത് നിന്ന് കൊടുക്കുന്ന ആളുടെ സ്ഥാനത്തേക്ക് നമ്മൾ മാറും. ആ നിറഞ്ഞ് കവിയുന്നതിൻ്റെ സന്തോഷം, അതിനെക്കുറിച്ചാണ് നമ്മളിനി സംസാരിക്കാൻ പോകുന്നത്. ഇതാണ് ആ അടിസ്ഥാനപരമായ മാറ്റം. എനിക്കതു വേണം, എനിക്കിതു വേണം എന്ന ആവശ്യത്തിൽ നിന്ന് മാറി എൻ്റെ കയ്യിലുള്ളത് സന്തോഷത്തോടെ പങ്കുവയ്ക്കുക എന്ന അവസ്ഥയിലേക്ക് നമ്മൾ മാറും. നിങ്ങളൊരു ഭിക്ഷാടകനല്ല, ഒരു ദാതാവായി മാറുകയാണ്. 2 നിറഞ്ഞ പാത്രങ്ങൾ, അതായത് ഉള്ളിൽ സന്തോഷവും സംതൃപ്തിയുമുള്ള 2 പേർ ഒന്നിക്കുമ്പോൾ ആ ബന്ധം എങ്ങനെയായിരിക്കുമെന്ന് നോക്കൂ. അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്രയിക്കുകയല്ല, പരസ്പരം താങ്ങാവുകയാണ് ചെയ്യുന്നത്. സന്തോഷത്തിനു വേണ്ടി വഴക്കിടുകയല്ല,
ഉള്ള സന്തോഷം പങ്കുവെക്കുകയാണ്. ഒന്നും തിരിച്ചു പ്രതീക്ഷിക്കാതെ സ്നേഹിക്കാൻ പറ്റും. അങ്ങനെയുള്ള ബന്ധം നമ്മുടെ എനർജി കളയുകയല്ല, പകരം നമുക്ക് കൂടുതൽ എനർജി തരുന്ന ഒന്നായി മാറും. അപ്പോ ഇതെല്ലാം കേട്ടുകഴിഞ്ഞല്ലോ. ഇനി നിങ്ങൾക്കുള്ള ചോദ്യം ഇതാണ്: നിങ്ങളുടെ പാത്രം നിറയ്ക്കാൻ വേണ്ടി ഇന്ന് ഈ നിമിഷം നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ആദ്യത്തെ ചെറിയൊരു കാര്യം എന്താണ്? ഒരു ചെറിയ ചുവടുവെപ്പ് മതി ഒരു വലിയ മാറ്റം തുടങ്ങാൻ. ഒരു കാര്യം എപ്പോഴും ഓർക്കുക: നിങ്ങളുടെ പാത്രം നിറയ്ക്കുക എന്നത് നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ സ്നേഹമാണ്. അതുപോലെ നിങ്ങളുടെ പങ്കാളിക്കും. കാരണം നിങ്ങളുടെ സന്തോഷം അത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്വമാണ്. രണ്ട് പകുതികൾ ചേരുമ്പോഴല്ല ഒരു പൂർണ്ണതയുണ്ടാകുന്നത്, രണ്ട് പൂർണ്ണതകൾ ചേരുമ്പോഴാണ് മനോഹരമായൊരു ബന്ധമുണ്ടാകുന്നത്. നിങ്ങളുടെ കയ്യിലുള്ളതിൽ നിന്നല്ല, നിങ്ങളുടെ ഉള്ളം നിറഞ്ഞു കവിയുമ്പോൾ അതിൽ നിന്ന് കൊടുക്കുക. ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നന്ദി.